റോളും റീലും ഫ്രോഗും ഒന്നും ഇല്ലാതെ വരാൽ പിടിക്കുക, അതായത് നമ്മുടെ നാടൻ രീതിയിൽ വരാൽ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീടിന് തൊട്ടടുത്തായിട്ടുള്ള തന്നെ ഒരു ചെറിയ പാടത്തുള്ള ഒരു ചെറിയൊരു കുഴിയാണ്. വരാലിൻ്റെ ആക്ടിവിറ്റി കണ്ടതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിതിൽ ചൂണ്ടയിടാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബൈറ്റുമാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. വരാലിൻ്റെ ആക്ടിവിറ്റി മനസ്സിലാക്കാൻ പെട്ടെന്നുണ്ട്. അവർ മുകളിൽ വന്നിട്ട് ഒരു 5 നിമിഷം കൂടുമ്പോഴും എയർ എടുത്തിട്ട് പോകും. എൻ്റെ കയ്യിലുള്ള ബോട്ടിൽ നിരവധി ചെറിയ മീനുകളുണ്ട്. വരാലിൻ്റെ അതേപോലെ ചെറുമീൻ്റെ ഒക്കെ ഇഷ്ടഭക്ഷണമാണ് കേട്ടോ ഈ ജീവനുള്ള പരൽ മീനുകളൊക്കെ. അടുത്തതായിട്ട് നമ്മൾ പരലുകളെ ജീവനോടെ തന്നെ അതിൻ്റെ മുള്ളിൽ തട്ടാതെ നന്നായിട്ട് നമ്മുടെ ഹുക്കിൽ ചെറുതായിട്ട് അതിൻ്റെ വാലറ്റത്ത് നമ്മൾ കൊളുത്തിയിട്ട് 6 7 ഭാഗത്ത് നമ്മളിങ്ങനെ ഇട്ട് വെക്കുകയാണ് ചെയ്യുക. ജീവനുള്ള ബൈറ്റുകളെ നമ്മൾ ഹുക്കിൽ കൊളുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ മുള്ളിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മുള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അധിക സമയം അവർ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ചിറകിനോട് ചേർന്നോ അല്ലെങ്കിൽ വാലിൻ്റെ അറ്റത്തൊക്കെ ആയിട്ട് മുള്ളിൽ തട്ടാതെ ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം തന്നെ ഇവർ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ കളിക്കുന്ന മീനുകളായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്നൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും അങ്ങനെ കളിക്കുന്ന ചൂണ്ടകളിൽ. അങ്ങനെ നമ്മളത് ഹുക്ക് ചെയ്തിട്ട് നമ്മൾ 5 6 ഭാഗത്തൊക്കെ നമ്മുടെ ചൂണ്ടകൾ ഇട്ട് വെച്ചിട്ട് മാറി ഇരിക്കുക. മീൻപിടുത്തത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്ഷമിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുക. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ കൈച്ചൂണ്ടകളിൽ പരലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ജീവനുള്ള ബൈറ്റൊക്കെ ഇട്ടിട്ട് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ചാടിച്ച് കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ വരാലും ചെറുമീനൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ചൂണ്ടകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അതായത് നമ്മുടെ പരലുകളൊക്കെ ജീവനോടെ ഉണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ ബൈറ്റ് വേറെ ഏതെങ്കിലും മീനുകൾ വെട്ടി പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ എല്ലാ ചൂണ്ടകളും പോയി പരിശോധിച്ചിട്ട് ചില ചൂണ്ടകളിലൊക്കെ പരലുകൾക്ക് ജീവനുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അവിടെ തന്നെ ഇട്ടു. മറ്റുള്ള ചില ചൂണ്ടകളിലുള്ള പരലുകളൊക്കെ ചത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വീണ്ടും പുതിയ ജീവനുള്ള പരലുകളെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ചൂണ്ടയിൽ നല്ല തിരക്കേടില്ലാത്ത സൈസിലുള്ള ഒരു വരാൽ കയറി അടിച്ചത്. ചെറുതായാലും വലുതായാലും നമുക്ക് മീൻ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീല് തന്നെയാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതാണ് മക്കളെ, ഹലോ, ഇടാനോ ഇവില്ല.